നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോർഷനാണ് അമെൻമെൻറ്റ്സ് അല്ലേ, നിയമങ്ങൾ, പുതുതായിട്ട് വന്ന നിയമങ്ങൾ, ഭേദഗതികൾ, ഇങ്ങനെയുള്ള കാര്യം. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒരു ക്ലാസ്സായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിരുന്നു അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 2023 ഇമ്പോർട്ടൻറ്റ് ലോസ് എല്ലാം, അമെൻമെൻറ്റ്സും ലോസ് ആക്ട്സ് ഇതെല്ലാം നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. അപ്പോൾ നിയമങ്ങളും നിയമ ഭേദഗതികളും 2023 നിയമങ്ങളും നിയമ ഭേദഗതികളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വനിതാ സംവരണ നിയമം 2023 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബില്ലാണിത്. വനിതാ സംവരണ നിയമം 2023. എന്താണ് വനിതാ സംവരണ നിയമം? നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ പാർലമെൻറ്റിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ നിയമസഭകളിലാണെങ്കിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലേ. അപ്പോൾ ലോക്സഭയിലും നിയമസഭയിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന നിയമമാണ് വനിതാ സംവരണ നിയമം. എന്താണ്? ലോക്സഭയിലും നിയമസഭയിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ രാം മേഘ്വാളാണ്. ഓക്കെ, അർജുൻ രാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ച ഡേറ്റ് എന്നാണ്? 2023 സെപ്റ്റംബർ 19. എന്നാണ് അവതരിപ്പിച്ചത്? 2023 സെപ്റ്റംബർ 19. എന്നാൽ ഇത് ലോക്സഭ പാസ്സാക്കിയെന്നാണ് 2023 സെപ്റ്റംബർ 20, തൊട്ടടുത്ത ദിവസം പാസ്സാക്കി. രാജ്യസഭ പിറ്റേന്ന്, അതായത് 19, 20, 21 എന്നീ ഡേറ്റുകളാണ്. സെപ്റ്റംബറിലാണ് ഈ ഒരു വനിതാ സംവരണ നിയമം പാസ്സാവുന്നത്. ഓക്കെ, അപ്പോൾ ലോക്സഭയിലും നിയമസഭയിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന നിയമമാണ്. നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അത് അർജുൻ രാം മേഘ്വാളാണ്. 2023 സെപ്റ്റംബർ 19 ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. 2023 സെപ്റ്റംബർ 19 ലോക്സഭ എന്നാൽ പാസ്സാക്കിയത്. നമുക്കറിയാം, ഒരു ബില്ല് ഭൂരിപക്ഷത്തോടെ പാസ്സാവണം അല്ലേ. അത് പാസ്സായത് 2023 സെപ്റ്റംബർ 20. എന്നാൽ രാജ്യസഭ പാസ്സാക്കിയതോ അത് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചാലേ ആ ഒരു നിയമം ഫൈനലി നിയമമായി മാറുള്ളൂ അല്ലേ. ഇപ്പം 2023 സെപ്റ്റംബർ 28. ഓക്കെ, 2023 സെപ്റ്റംബർ 28 ഈ ഒരു ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 106ാം ഭരണഘടനാ ഭേദഗതിയായിരുന്നു. എന്താണ് എത്രാമത്തെ നമുക്കറിയാം, 100 തൊട്ട് 106 എല്ലാ അടുത്ത് വന്നിട്ടുള്ള എല്ലാ ഭരണഘടനാ ഭേദഗതിയും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. ഇപ്പം 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ. ഓക്കെ, ഇനി കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസ്, കൂട്ടിച്ചേർത്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 330A, 30, 332, 334 എന്നീ നമ്പേഴ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അതായത് വനിതാ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുച്ഛേദവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു 3 നമ്പേഴ്സായിട്ട് ഓർത്ത് വയ്ക്കുക. 330, 332, 334. ഇപ്പോൾ 330A, ബാക്കിയെല്ലാം A തന്നെയാണ്. 330A എന്താണ്? ലോക്സഭയിൽ എങ്ങനെയാണ് വനിതാ സംവരണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറയുന്നതാണ് 330A, ലോക്സഭയിലെ വനിതാ സംവരണം. ഇനി 332 ആണെങ്കിലോ സംസ്ഥാന നിയമസഭയിലെ വനിതാ സംവരണം. 332A എന്താണ്? സംസ്ഥാന നിയമസഭയിലെ വനിതാ സംവരണം. 334A ആണെങ്കിലോ കാലാവധി നിയമനം. ഓക്കെ, കാലാവധി നിയമം നിലവിൽ വന്ന് 15 വർഷമാണ്. എത്ര കാലത്തേക്കാണ് ഈ 33% സംവരണം വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്? അടുത്ത 15 വർഷത്തേക്ക്. ഈ നിയമം നിലവിൽ വന്നിട്ട് അടുത്ത 15 വർഷത്തേക്ക് ഈ സംവരണം ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ എണ്ണം പാർലമെൻറ്റിൽ വർദ്ധിച്ചാലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ കേട്ടോ. അപ്പോൾ ഭേദഗതി വരുത്തിയ അനുച്ഛേദം ഏതാണ്? 239AA ബ്രാക്കറ്റിൽ 2. അതുപോലെ തന്നെ 2BA ഡൽഹി നിയമസഭയിലെ വനിതാ സംവരണത്തെ പറ്റി പറയുന്ന ബില്ലാണിത്. ഓക്കെ,
അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. 2023 സെപ്റ്റംബർ 19 നമ്മുടെ നിയമമന്ത്രിയായ അർജുൻ രാം മേഘ്വാൾ ഈ ഒരു വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം 2023 സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കുന്നു. 2023 സെപ്റ്റംബർ 21 രാജ്യസഭ 2023 സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. എന്നാൽ 2023 സെപ്റ്റംബർ 28 3 ദിവസത്തിന് ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ച് ഇതൊരു നിയമമാവുന്നു. ഇല്ലേ? 106 ഭരണഘടനാ ഭേദഗതിയാണ് ഈ ഒരു ഭേദഗതിയിലൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണിത്? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 106 ഭരണഘടനാ ഭേദഗതി എന്തിനെ പ്രതിപാദിക്കുന്നു? അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, വനിതാ സംവരണ ബില്ല്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതാണ് വനിതാ സംവരണ ബില്ലാണ്, എത്രാമത്തെ ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന എത്രാമത്തെ ബില്ലാണ്? 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 330A, 332A, 334A. 330A എന്താണ്? ലോക്സഭയിലെ വനിതാ സംവരണം. 332A എന്താണ്? ലോക്സഭ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരണം അല്ലേ? സംസ്ഥാന നിയമസഭയിലെ വനിതാ സംവരണം. ഇത് എത്ര കാലാവധിയിലേക്ക് ഉണ്ടാവും? അതാണ് 334Aയിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലെ നിയമസഭയിലെ വനിതാ സംവരണമാണ് 239AA-യും 2BA. അടുത്തത് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ. എന്താണ് ഈ ബില്ല് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫേസ്ബുക്കിൽ വരുന്നു, യൂട്യൂബിൽ വരുന്നു. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പോൾ അവിടെ ആരോ ഇരുന്ന് മനസ്സിലാക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതായത് നമ്മളുടെ പേഴ്സണൽ ഡാറ്റ എങ്ങനെ സൂക്ഷിക്കുന്നു, ഈ കുക്കീസ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന എന്താണ്, നമ്മുടെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലോ ഇൻസ്റ്റാഗ്രാമിലോ എല്ലായിടത്തും യൂട്യൂബിലോ ഇല്ലേ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും അതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള പുതിയ ഫോറംസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആഡ്സ് ഒക്കെ നമുക്ക് വരും അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ പ്രൈവസിയുടെ ത്രെറ്റ് തന്നെയാണ്. അതൊരു മൈൽഡ് ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേഴ്സണൽ ഡാറ്റ, ഇപ്പോൾ നമ്മളുടെ ബാങ്കിങ് ഡീറ്റെയിൽസ്, ഇതുപോലുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സെർച്ച് ഹിസ്റ്ററീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് പോകാൻ പാടില്ല. കാരണം എന്താണ്? നമ്മുടെ അക്കോർഡിംഗ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് നമ്മുടെ ഭരണഘടന പ്രകാരം പറയുന്നത്? സ്വകാര്യത ഒരു മനുഷ്യൻ്റെ മൗലികാവകാശമാണ്. ഓക്കെ, അപ്പോൾ പ്രൈവസി എന്താണ്? നമ്മളുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ തെഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ബില്ലാണ് പാർലമെൻറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലോക്സഭ അവതരിപ്പിച്ചത് എന്നാണ്? 2023 ഓഗസ്റ്റ് 3. ഓക്കെ, 23 ഓഗസ്റ്റ് 3. ഓക്കെ, എന്നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? 2023 ഓഗസ്റ്റ് 3. ലോക്സഭ പാസ്സാക്കിയത് 2023 ഓഗസ്റ്റ് 7. ഓക്കെ, ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 7. ഓഗസ്റ്റ് 3 അവതരിപ്പിച്ചു, പാസ്സാക്കിയത് ഓഗസ്റ്റ് 7. പിന്നെ രാജ്യസഭയിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യസഭയും പാസ്സാക്കി. രാഷ്ട്രപതി അംഗീകരിച്ചതെന്നാണ്? 2023 ഓഗസ്റ്റ് 11. ഓക്കെ, നമ്മുടെ വുമൻ കൺസർവേഷൻ, അതായത് നമ്മുടെ വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വനിതാ സംവരണം സെപ്റ്റംബറിലാണ് നടക്കുന്നത് അല്ലേ? സെപ്റ്റംബറിൽ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് നടന്നത്. ഇവിടെ 2023 ഓഗസ്റ്റ് 3 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ലോക്സഭ പാസ്സാക്കിയത് 2023 ഓഗസ്റ്റ് 7. 2 ദിവസം കഴിഞ്ഞ് രാജ്യസഭ പാസ്സാക്കുന്നു ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 11 രാഷ്ട്രപതി അംഗീകരിക്കുകയാണ്. ഓക്കെ, ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഇൻ്റർനെറ്റിലുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നതാണ് ഈ ബില്ലിൻ്റെ അർത്ഥം. ജനങ്ങളുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ അത് ദുരുപയോഗം ചെയ്യുക, ചോർത്തുക, ഇതിനൊക്കെ ഏകദേശം എത്ര കോടി വരെയാണ് പിഴ പ്രഖ്യാപിച്ചിരിക്കുന്നത്? 250
കോടി രൂപ. ഓക്കെ, നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും ഇത് ബാധകമാണ്. ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനം നൽകുന്ന എല്ലാവരും ഈ നിയമപരിധിയിൽ വരും. ഓക്കെ, ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനം നൽകുന്ന എല്ലാവരും ഈ നിയമപരിധിയിൽ വരും. വിവര ചോർച്ചയുണ്ടായാൽ, അതായത് ഇങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ചോരുകയാണ് എന്ന് തോന്നേ, നമ്മുടെ പ്രൈവസി നഷ്ടമാവുകയോ എന്ന് തോന്നേ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ബന്ധപ്പെട്ട വ്യക്തികൾ എന്നിവരെ അറിയിക്കണം. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഒരു പേഴ്സണൽ ഡേറ്റ ചോർന്നു എന്ന് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ഡേറ്റ ചോർന്നു എന്ന് ഫേസ്ബുക്ക് മനസ്സിലാക്കിയാൽ ഫേസ്ബുക്ക് എന്ത് ചെയ്യണം? ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡിനെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിയെയും അറിയിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ബില്ല് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ലാണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 3, പാസ്സായത് ഓഗസ്റ്റ് 7, രാജ്യസഭ ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 11 രാഷ്ട്രപതി അംഗീകരിക്കുകയുണ്ടായി. ഇത് ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനും ചോർത്തുന്നതിനും എത്ര കോടി രൂപയാണ് പിഴ? 250 കോടി പിഴ. ഈ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനം നൽകുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇത് ചോർച്ചയുണ്ടല്ലോ അറിയിക്കേണ്ട ആരാണ്? ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയും. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം, ബന്ധപ്പെട്ട വ്യക്തിയൊക്കെ എന്തിനാ അറിയിക്കുന്നത് എന്നൊക്കെ പെട്ടെന്നൊരു തോട്ട് വരാം അല്ലേ? അങ്ങനെയൊന്നും വരരുത്, സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ മനസ്സിലാക്കുക. അടുത്തത് ഭാരതീയ ന്യായ സംഹിത ബിൽ 2023. ഓക്കെ, അതായത് 2023 ഡിസംബറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ അല്ലെങ്കിൽ ഈ ഡിസംബർ മാസത്തിൽ വന്നത് ഒരുമിച്ച് ആ ഡേറ്റ്സ് ഒക്കെ ഒരുമിച്ചൊന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഭാരതീയ ന്യായ സംഹിത ബിൽ 2023, IPC ആക്ട് നമുക്കറിയാം 1860 നമ്മുടെ IPC ആക്ട് വന്നത് അല്ലേ. ഇതിന് പകരമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്, ഓക്കെ, അത് മൊത്തം നമ്മളെ ഭരിച്ചിരുന്ന നമ്മുടെ ആ വിദേശീയരുടെ കയ്യിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് വലിയ മാറ്റങ്ങളൊന്നും നിയമങ്ങൾക്ക് ഒരുപാടൊന്നും വന്നിട്ടില്ല. എങ്കിലും അതിന് പകരമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ആ ഒരു ബില്ലാണെന്ത്? ഭാരതീയ ന്യായ സംഹിത ബിൽ. IPC ആക്ടിന് പകരം എന്ത് വന്നു? ഭാരതീയ ന്യായ സംഹിത ബിൽ. ഇതിൽ മെയിനായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത എന്നിവ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ എന്ന ചട്ടത്തിൽ ഉൾപ്പെടുത്തി. എന്താണ്? രാജ്യദ്രോഹം എന്നുള്ള ഒരു പദം ഉണ്ടല്ലോ, അതിനെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികളെ എന്ന ചട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അതിനനുസരിച്ച് പണിഷ്മെൻറ്റിൽ ചേഞ്ചസ് വരും. ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ അമിത്ഷാ ആണ്. ഓക്കെ, ലോക്സഭയിൽ അവതരിപ്പിച്ച ആരാണ്? അമിത്ഷാ ആണ്. 2023 ഡിസംബർ 12. ഡേറ്റ് നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കാം. 2023 ഡിസംബർ 12 ഭാരതീയ ന്യായ സംഹിത ബിൽ 2023. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ 2023 ഡിസംബർ 12 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. 2023 ഡിസംബർ 20. ഓക്കെ, 2023 ഡിസംബർ 20 ഇതേ ഡേറ്റുകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് മറ്റ് ബില്ലുകൾക്ക് വരും. ശ്രദ്ധിക്കുക, ഡിസംബർ 12 എന്താണ്? എന്ത് സംഭവിച്ചു? ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2023 ഡിസംബർ 20. രാജ്യസഭ പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസം തന്നെ ഡിസംബർ 21. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25. ഓക്കെ, 2023 ഈ ഒരു ഡേറ്റിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച ഒരുപാട് ബില്ലുകളുണ്ട് കേട്ടോ. അതെല്ലാം നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം നിയമപ്രകാരം ഭീകരതയും സംഘടിത കുറ്റകൃത്യവും ഒന്നായി പറയുന്നു. എന്താണ് ഈ നിയമപ്രകാരം ഭീകരത? ഓക്കെ, ടെററിസം അല്ലേ, ഭീകരതയും സംഘടിത കുറ്റകൃത്യവും ഒക്കെ ഒന്നായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 IPC ആക്ട് 1860 ഇതിന് പകരം കൊണ്ടുവന്നു. ലോക്സഭയിൽ അവതരിപ്പിച്ചത് നമ്മുടെ അമിത്ഷാ ആണ്. 2023 ഡിസംബർ 12 രാജ്യദ്രോഹത്തെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർത്തുന്ന പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി. ലോക്സഭ പാസ്സാക്കിയതെന്നാണ്? 2023 ഡിസംബർ 20. രാജ്യസഭ 2023 ഡിസംബർ 21. പ്രസിഡന്റ് 2023 ഡിസംബർ 25. നിയമപ്രകാരം ഭീകരതയും സംഘടിത കുറ്റകൃത്യവും ഒന്നായി പറയുന്നു. അടുത്തത് ടെലി കമ്മ്യൂണിക്കേഷൻ ബില്ല്. ഓക്കെ,
ആ ഒരു അവതരിപ്പിച്ച ഡേറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്നായിട്ടാണ് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലിൽ വരുന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ച ഡേറ്റ് എന്താണ്? 2023 ഡിസംബർ 18. ഓക്കെ, ലോക്സഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 20 തന്നെയാണ്. രാജ്യസഭ വീണ്ടും നമ്മളിപ്പോൾ കണ്ടു അല്ലേ, ഇതെല്ലാം ഇതേ ഡേറ്റ് തന്നെയാണ് നമ്മളുടെ ഭാരതീയ ന്യായ സംഹിത ബില്ലിനും വരുന്നത്. ആകെ അവതരിപ്പിച്ച ഡേറ്റിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ 2023 ഡിസംബർ 18 ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് അവതരിപ്പിക്കുകയാണ്. ലോക്സഭ പാസ്സാക്കിയത് നമ്മുടെ അതേ ന്യായ സംഹിത ബില്ല് പാസ്സാക്കിയ അതേ ഡേറ്റ് 2023 ഡിസംബർ 20. രാജ്യസഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 21. എഗെയിൻ സെയിം. നമ്മുടെ പ്രാബല്യത്തിൽ വന്നത് 2023 ഡിസംബർ 21 തന്നെയാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ച് ആ ഒരു ഡേറ്റ് 2021 ഡിസംബർ 21 എന്ന ഡേറ്റ് തന്നെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലും അവതരിപ്പിച്ചത്. അതായത് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ മാനദണ്ഡങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലെന്ന് പറയുന്നത്. അടുത്തത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. എന്താണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത? അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ BNSS എന്ന് ചോദിക്കാം. എന്താണ് BNSS? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. എന്തിനാണ്? നമുക്കറിയാം, ക്രിമിനൽ നടപടി ചട്ടം അല്ലെങ്കിൽ CRPCക്ക് പകരം വന്ന നിയമത്തെയാണ് നമ്മൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്. എന്താണ്? CRPCക്ക് പകരം വന്ന സുരക്ഷാ സംഹിതയാണ്, അല്ലെങ്കിൽ ക്രിമിനൽ നടപടി ചട്ടത്തിന് പറയുന്ന പേരാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ലോക്സഭയിൽ അവതരിപ്പിച്ചത് വീണ്ടും ആര് തന്നെയാണ്? നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ അമിത്ഷാ കൊണ്ടുവന്ന ബില്ല് പറഞ്ഞിരുന്നു അല്ലേ? എന്താണത്? ഭാരതീയ ന്യായ സംഹിത ബിൽ. IPC ആക്ടിന് പകരം എന്താണ്? ഭാരതീയ ന്യായം എന്താണ്? IPC ന്യായം എന്നോർക്കുക. അത് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ അമിത്ഷാ ആണ്. CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓക്കെ, IPC ആക്ട് അതെന്താണ്? IPC ന്യായ സംഹിതയാണെന്ന് ഓർക്കുക. CRPC നാഗരിക് സുരക്ഷയാണെന്ന് ഓർക്കുക. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഇത് രണ്ടും അവതരിപ്പിച്ചത് അമിത്ഷാ തന്നെയാണ്. 2023 ഡിസംബർ 12. ഈ ഡേറ്റ് ഓർമ്മയുണ്ടോ? ഏതാണ്? ഭാരതീയ ന്യായ സംഹിത ബിൽ അല്ലെങ്കിൽ IPC ആക്ടിന് 1860 ഭാരതീയ ന്യായ സംഹിത ബില്ലായിട്ട് നമ്മുടെ അമിത്ഷാ 2023 ഡിസംബർ 12 അവതരിപ്പിച്ചിരുന്നു അല്ലേ? ഭാരതീയ ന്യായ സംഹിത ബിൽ IPC ആക്ടിന് പകരം. അതുപോലെ നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും എന്ന് തന്നെയാണ് അവതരിപ്പിച്ചത്. ഇത് രണ്ടും ഒരുമിച്ച് അമിത്ഷാ 2023 ഡിസംബർ 12 ലോക്സഭ 2 ബില്ലുകളും ഒരുമിച്ചാണ് പാസ്സാക്കിയത്. 2023 ഡിസംബർ 20. രാജ്യസഭ പാസ്സാക്കിയതും ഒരേ ഡേറ്റ് 2023 ഡിസംബർ 21. രാഷ്ട്രപതി അംഗീകരിച്ചതും ഒരേ ഡേറ്റ് തന്നെ 2023 ഡിസംബർ 25. അപ്പോൾ ഏതൊക്കെ ബില്ലുകളാണ്? ഭാരതീയ ന്യായ സംഹിത ബില്ല്. ന്യായമാർക്കാണ് IPC വെച്ചിട്ടാണ് നമ്മൾ ന്യായം പറയാൻ ഓർക്കുക. എന്നാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇതാണ് BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അത് CRPCക്ക് പകരമാണ്. ഓക്കെ, CRPCക്ക് പകരം ക്രിമിനൽ നടപടി ചട്ടങ്ങൾ, അതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഡേറ്റ്സ് സിമിലർ ആണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഡിസംബർ 12, ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കുന്നു. രാജ്യസഭ ഡിസംബർ 21 തന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതും 2023 ഡിസംബർ 25. ഞാൻ പറഞ്ഞില്ലേ, ഡിസംബറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഭാരതീയ സാക്ഷ്യ അധിനിയമം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്നതാണ്. ഓക്കെ, 2023 ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്നത് എന്താണ്? എവിഡൻസിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരം ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഇത്? ഭാരതീയ സാക്ഷ്യ അധിനിയമം. ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. ഡേറ്റ് വീണ്ടും സിമിലർ. ഓക്കെ, നമ്മുടെ ഭാരതീയ BNSS വന്നതാണെങ്കിലും ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, നോക്കിക്കേ,
ഭാരതീയ ന്യായ സംഹിത വന്നതാണെങ്കിലും BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വന്നതാണെങ്കിലും ഭാരതീയ സാക്ഷ്യ അധിനിയമം അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നാണെന്നുള്ള വർഷം ഓർക്കുക, 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നാണ് 1872. PSC ചോദിച്ചിട്ടുണ്ട് അല്ലേ, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് വന്ന വർഷം. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ്. ഇതിന് പകരം ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം. വീണ്ടും ഡേറ്റ് 2023 ഡിസംബർ 12 തന്നെയാണ് അവതരിപ്പിച്ചത്, പാസ്സാക്കിയത്. ലോക്സഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 20, രാജ്യസഭ പാസ്സാക്കിയത് എഗെയിൻ 2023 ഡിസംബർ 21, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. തെളിവ്, അനുബന്ധ വസ്തുക്കളെ പറ്റിയുള്ള നിയമങ്ങൾ, കുറ്റസമ്മതം, ഇവയെല്ലാം ഈ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ പെടുന്നു. ഓക്കെ, അടുത്തത് പോസ്റ്റ് ഓഫീസ് നിയമം 2023. ഇത് നമ്മൾ ഓഗസ്റ്റിലേക്ക് വന്നെങ്കിലും ഡിസംബറിലാണ് ഇത് രാജ്യസഭയും ലോക്സഭയും ഒക്കെ പാസ്സാക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് എല്ലാ ബില്ലുകളും ലോക്സഭയിൽ ആദ്യം അവതരിപ്പിക്കുന്നതാണ് അല്ലേ. നമുക്കറിയാം പല ബില്ലുകളും അവതരിപ്പിക്കുന്നത് രാജ്യസഭയിലും അവതരിപ്പിക്കാം, ലോക്സഭയിലും അവതരിപ്പിക്കാം. അതായത് മെമ്പേഴ്സ് ആവണമെന്നേ ഉള്ളൂ അല്ലേ, മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതായത് മെമ്പേഴ്സ് ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ പോസ്റ്റ് ഓഫീസ് നിയമം 2023 രാജ്യസഭയിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 10-നാണ്. രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് 2023 ഓഗസ്റ്റ് 10. പക്ഷെ അന്ന് പാസ്സായില്ല, കാരണം ഇത് കുറച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എതിരാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അതിൽ എതിർപ്പൊക്കെ വന്നിരുന്നു. ഓക്കെ, എന്താണ് കാരണം? ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു ഓഫീസറിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസറിൻ്റെ ഇത് കൊണ്ട് നമ്മുടെ അയച്ച ഇത് നഷ്ടപ്പെടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ലയബിലിറ്റി ഇല്ല, അങ്ങനെ കുറച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ് അതിൽ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശശി തരൂർ ഇതിനെപ്പറ്റി ശക്തമായിട്ട് എതിർക്കുകയൊക്കെ ചെയ്ത് പാർലമെൻറ്റിൽ സംസാരിക്കുകയുണ്ടായി. ഓക്കെ, രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് 2023 ഡിസംബർ 4. ലോക്സഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 8. ലോക്സഭ പാസ്സാക്കിയത് 2023 ഡിസംബർ 8. രാഷ്ട്രപതി ഒപ്പുവെച്ചത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെങ്കിലും BNSS ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും എല്ലാം ഒപ്പുവെച്ച സെയിം ഡേറ്റിലാണ് ഈ പോസ്റ്റ് ഓഫീസ് ആക്റ്റും നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത് 2023 ഡിസംബർ 25. രാജ്യസഭയിൽ അവതരിപ്പിച്ചതെന്നാണ്, ഓഗസ്റ്റിൽ അവതരിപ്പിച്ചു പോസ്റ്റ് ഓഫീസ് നിയമം, അന്ന് പാസ്സായില്ല. ഓക്കെ, ഇപ്പോൾ 2023 പോസ്റ്റ് ഓഫീസ് ആക്ട് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഏത് സഭയിലാണ്? രാജ്യസഭ. നമുക്ക് ഓട്ടോമാറ്റിക്കലി ലോക്സഭയിലേക്ക് പോകാനൊരു, കാരണം ബാക്കിയെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അതല്ല, രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. 2023 ഡിസംബർ 4 രാജ്യസഭ പാസ്സാക്കുകയും ലോക്സഭ പാസ്സാക്കിയത് ഡിസംബർ 8, 4 ദിവസം കഴിഞ്ഞ് 2023 ഡിസംബർ 8. ബാക്കിയുള്ള ബില്ലുകളുടെ കൂടെ രാഷ്ട്രപതി ഒരുമിച്ച് എന്ത് ഒപ്പിട്ടു? പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 ഡിസംബർ 25 സൈൻ ചെയ്തു. അടുത്തത് പബ്ലിക് എക്സാമിനേഷൻ ആക്ട് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ നിയമം 2024. പൊതുപരീക്ഷകൾ നമുക്കറിയാം, പബ്ലിക് എക്സാംസിന് അന്യായ മാർഗങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് നമ്മുടെ പബ്ലിക് എക്സാംസ് പറഞ്ഞാൽ? നമ്മുടെ UPSC, യൂണിയൻ പബ്ലിക് സർവീസ്, SSC, റെയിൽവേ, ബാങ്കിങ്, കേന്ദ്ര സർക്കാർ വകുപ്പ് റിക്രൂട്ട്മെൻറ്റ്, അനുബന്ധ നിയമനങ്ങൾക്കുള്ള പൊതുപരീക്ഷകൾ, ഇവയ്ക്കെല്ലാം വേണ്ടിയിട്ടുള്ളൊരു ബില്ലാണ് പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024. അവതരിപ്പിച്ചത് 2024. അപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രഷായിട്ട് അവതരിപ്പിച്ചതാണ്. 2024 ഫെബ്രുവരി 5-നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭ പാസ്സാക്കിയതോ ഫെബ്രുവരി 6, തൊട്ടടുത്ത ദിവസം തന്നെ. ഇത് കൊള്ളാം, പബ്ലിക് എക്സാമിനേഷനൊക്കെ നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എക്സാമൊക്കെ എഴുതുമ്പോൾ എന്താണ് 2024 ഫെബ്രുവരി 5 ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലോക്സഭ പാസ്സാക്കിയതോ 2024 ഫെബ്രുവരി 6. രാജ്യസഭ പാസ്സാക്കിയത് 2024. 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യസഭയും പാസ്സാക്കി 2024 ഫെബ്രുവരി 9. വീണ്ടും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതി അംഗീകരിച്ചു. അപ്പോൾ ഈ അടുത്ത് വന്ന ഒരു നിയമമാണ് പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024. പൊതുപരീക്ഷകളിലെ അന്യായമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ UPSC ആണെങ്കിലും SSC ആണെങ്കിലും റെയിൽവേ വകുപ്പാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്, ഈവൻ സംസ്ഥാന സർക്കാർക്കും ഉണ്ട് അത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പൊതു നിയമനങ്ങൾക്കുള്ള പൊതുപരീക്ഷാ ബില്ലായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരി 5-നാണ്
എന്നാണ് ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നത്? പാസ്സായത് 2024 ഫെബ്രുവരി 6, 3 ദിവസം കഴിഞ്ഞപ്പോൾ 2024 ഫെബ്രുവരി 9 രാജ്യസഭ പാസ്സാക്കി. രാഷ്ട്രപതി അംഗീകരിച്ചത് 2024 ഫെബ്രുവരി 12. അടുത്തത് ദ ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെൻറ്റ് ബിൽ ആക്ടാണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 1 ഓക്കെ. അതായത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയുമാണ് എന്നുള്ളതിൻ്റെ ആ ഒരു കുറച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ ഡൽഹിയിലെ മെയിൻ നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാരിന് ഇടപെട്ട് നടത്താം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ലോക്സഭ പാസ്സാക്കിയതെന്നാണ് 2023 ഓഗസ്റ്റ് 3. ഇനി രാജ്യസഭ പാസ്സാക്കിയത് 2023 ഓഗസ്റ്റ് 7. പ്രസിഡന്റ് അംഗീകരിച്ചത് 2023 ഓഗസ്റ്റ് 11. ശ്രദ്ധിക്കുക, ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 1. ലോക്സഭ പാസ്സാക്കിയത് 2023 ഓഗസ്റ്റ് 3. ഇനി രാജ്യസഭ പാസ്സാക്കിയതോ 2023 ഓഗസ്റ്റ് 7. 1, 3, 7, 11. ഇതാണ് നമ്മുടെ ഓഗസ്റ്റിലുള്ള നമ്മുടെ ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി പറയുന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 1, ലോക്സഭ 2023 ഓഗസ്റ്റ് 3, രാജ്യസഭ 2023 ഓഗസ്റ്റ് 7, പ്രസിഡന്റ് അംഗീകരിച്ചത് 2023 ഓഗസ്റ്റ് 11. അടുത്തത് സിനിമാറ്റോഗ്രാഫിക് ബില്ല്, അതായത് സിനിമയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സെൻസറിങ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട ബില്ലായിരുന്നു സിനിമാറ്റോഗ്രാഫിക് ബില്ല്. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് 2023 ജൂലൈ 20 രാജ്യസഭ പാസ്സാക്കിയത് ജൂലൈ 27. 2023 ജൂലൈ 31 ലോക്സഭ പാസ്സാക്കുന്നത്. ഈ ഒരു ബില്ലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കുമ്പോൾ സഭ നിയന്ത്രിച്ചിരുന്ന അതാരായിരുന്നു? നമ്മുടെ ഒളിമ്പ്യനായുള്ള PT ഉഷയാണ്. ഓക്കെ, ഇങ്ങനെ രാജ്യസഭയുടെ അധ്യക്ഷനല്ലാതെ തന്നെ ഒരു സ്പോർട്സ് താരം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരാൾ നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഒരു സംഭവം കൂടിയാണ്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുമ്പോഴത്തേക്കും ഒരു ബില്ല് പാസ്സാവുന്ന ഒരു ആദ്യത്തെ സംഭവമാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. രാജ്യസഭയിൽ ബില്ല് പാസ്സാകുമ്പോൾ സഭ നിയന്ത്രിച്ചിരുന്ന ആരായിരുന്നു? നമ്മുടെ ഒളിമ്പ്യനായിട്ടുള്ള PT ഉഷയാണ്. രാജ്യസഭ അവതരിപ്പിച്ചതെന്നാണ് 2023 ജൂലൈ 20, പാസ്സാക്കിയത് ജൂലൈ 27. ലോക്സഭ പാസ്സാക്കിയത് 2023 ജൂലൈ 31. 2023 ജമ്മു കാശ്മീർ പുനഃസംഘടന ലോക്സഭ പാസ്സാക്കിയതെന്നാണ് 2023 ഡിസംബർ 6. വീണ്ടും ഡിസംബറിലേക്ക് എത്തിയില്ലേ? ഡിസംബറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബില്ലുകൾ പാസ്സായതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഓക്കെ, രാജ്യസഭ 2023 ഡിസംബർ 11. ഡിസംബർ 15 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇതിൽ മെയിനായിട്ട് മാറ്റം വരുത്തിയത് അവിടുത്തെ നിയമസഭയിൽ 89 സീറ്റുകൾ ഉണ്ടായിരുന്നത് 83 സീറ്റുകൾ ഉണ്ടായിരുന്നത് 90 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ലോക്സഭയിൽ 2023 ഡിസംബർ 6 ലോക്സഭ പാസ്സാക്കിയത്. രാജ്യസഭ 2023 ഡിസംബർ 11. രാഷ്ട്രപതി ഒപ്പുവെച്ചതോ 2023 ഡിസംബർ 15. അടുത്തത് ജമ്മു കാശ്മീരിൻ്റെ 2ാം ഭേദഗതിയും 2023 കൊണ്ടുവന്നിട്ടുണ്ട്. ലോക്സഭയിൽ 2023 ഡിസംബർ 12. 2023 ഡിസംബർ 18 രാജ്യസഭ. അതായത് ജമ്മു കാശ്മീർ ബില്ല് മുഴുവൻ വീണ്ടും ഡിസംബറിലാണെന്ന് ഓർത്ത് വയ്ക്കുക. നേരത്തെ എന്തൊക്കെ ഡേറ്റ് ആയിരുന്നു? ഡിസംബർ 6, 11, 15. അപ്പോൾ 2ാം ഭേദഗതിയോ 12, 18, 20. ഓക്കെ, അപ്പോൾ ലോക്സഭ 2023 ഡിസംബർ 12, രാജ്യസഭ 2023 ഡിസംബർ 18, രാഷ്ട്രപതി 2023 ഡിസംബർ 20. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം. ഇതാണ് ഈ ഒരു ബില്ല് പറയുന്നത്. ജമ്മു കാശ്മീർ സംവരണ ബില്ല് 2023. അപ്പോൾ 1ാം സംഘടന ഏതൊക്കെയാണ് ഡേറ്റ്? ജമ്മു കാശ്മീർ പുനഃസംഘടന 2023 ഡിസംബർ 6, രാജ്യസഭ 2023 ഡിസംബർ 11, രാഷ്ട്രപതി 2023 ഡിസംബർ 15. 89 സീറ്റുകൾ 90 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് അതെന്താണ്? സ്ത്രീകൾക്ക് 1/3 സംവരണം. അതാണ് 2ാം ഭേദഗതി. ലോക്സഭ ഡിസംബർ 12, രാജ്യസഭ ഡിസംബർ 18, രാഷ്ട്രപതി ഡിസംബർ 20. ഇതിൽ 1/3 സ്ത്രീകൾക്ക് സംവരണം നൽകണം എന്ന ഭേദഗതിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ അംഗങ്ങൾക്ക് സംവരണം നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിച്ചത് ലോക്സഭ 2023 ഡിസംബർ 6-ലും രാജ്യസഭ 2023 ഡിസംബർ 11-നുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള അമെൻമെൻറ്റ് ആക്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസുമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഓക്കെ, 2023-ലുള്ള ലോസ് മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണല്ലേ. അത് ജസ്റ്റ് ഈ ഒരു ക്ലാസ്സിൻ്റെ കൂടെ പറഞ്ഞു പോകാനല്ല, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സും കൂടെ കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഭരണഘടനാ ഭേദഗതികൾ ഒരുവിധം കംപ്ലീറ്റ് ആയി. അടുത്ത ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.